തിരുനാവായിയിൽ ഈ മാഘത്തിൽ പൂർവികമായിട്ടുള്ള 260-71 വർഷത്തോട് മുമ്പ് നിന്നുപോയ മഹാമാഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയല്ല. അതിന് അക്ഷീണമായിട്ടുള്ള തപസ്വികളുടെ ഒരു പരിശ്രമം. ഇപ്പോൾ ആധുനിക കാലത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചിന്മയാനന്ദ സ്വാമികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്ന് പറയാം. അങ്ങനെ ഗ്രാമങ്ങളിൽ അടക്കം ചെന്നുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ ഈ ഹിന്ദുധർമ്മത്തിൻ്റെ കരുത്തിനെ, വിസ്മരിച്ചു പോയ കരുത്തിനെ, എങ്ങനെയാണോ വിവേകാനന്ദ സ്വാമികൾ ഒരു കാലത്ത് ഇന്ത്യൻ യുവത്വത്തിലേക്ക് ആ ഒരു ശക്തിയെ പകർന്നു കൊടുത്തത്, അതുപോലെ ചിന്മയാനന്ദ സ്വാമികൾ ഭഗവത്ഗീത എന്നുള്ള ആയുധത്തിലൂടെ ആളുകളിലേക്ക് ആ കരുത്ത് പകർന്നു കൊടുത്തിരുന്നു. അതിനുശേഷം വന്ന സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഹിന്ദുവിൻ്റെ ശബ്ദം അവഗണിക്കാൻ കഴിയുന്നതല്ല, ധർമ്മത്തിന് വേണ്ടി ഹിന്ദു ഏത് അറ്റം വരെയും പോരാടും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് സമാജത്തെ ആകെ ഉണർത്തിയിരുന്നു. അതിനുശേഷം ചിദാനന്ദപുരി സ്വാമികൾ കേരളത്തിലെ എല്ലാ പരമ്പരകളിലെ സന്യാസിമാരെയും കോർത്തിണക്കിക്കൊണ്ട്, അതൊരു അക്ഷീണമായിട്ടുള്ള പരിശ്രമം ആണ്. കാരണം അത് ബാഹ്യമായിട്ടൊരു വലിയ പരിപാടി എന്നുള്ളതല്ല, ആ വലിയ കാര്യങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഊടും പാവും നെയ്യലാണ്. വലിയ ക്ഷമ വേണ്ടതും വലിയ പ്രയാസങ്ങളുള്ളതുമൊക്കെയാണ്. എല്ലാം കോർത്തിണക്കിക്കൊണ്ട് തൊട്ട് മുമ്പ് ധർമ്മസന്ദേശയാത്ര, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ധർമ്മസന്ദേശയാത്ര കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ ഒന്നു ചേർന്ന് കൊണ്ട് നയിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ഭിന്നമായിട്ടുള്ള ആശ്രമങ്ങളിലെ പരമ്പരകളിലെ ആചാര്യന്മാർ ചേർന്നുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി, ധർമ്മജാഗരണത്തിന് വേണ്ടി ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അപ്പം അത്തരം വലിയ ദീർഘകാലമായിട്ടുള്ള തപസ്സിൻ്റെ സങ്കല്പങ്ങളുടെ ഒക്കെ ഒരു തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടമായ ഭാവമാണ് തിരുനാവായിൽ നടന്നത്.